Hello everyone, welcome to the Woman of Honor series. Hi everyone, welcome to the Woman of Honor series. ഇന്ന് ഒരു നല്ല വീക്കെൻഡ്, നല്ലൊരു ഞായർ. നമ്മൾ എല്ലാവരും ജോലികളിൽ നിന്നൊക്കെയും വിശ്രമമെടുത്ത് നമ്മളുടെ ഒരു നല്ല സന്തോഷത്തിൻ്റെ ഒരു ദിവസം. ഇന്നത്തെ ദിവസത്തെ നമ്മൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. എല്ലാ പ്രായത്തിലുള്ളവരോടും കൂടിയാണ് ഈ വീഡിയോ പറയുന്നത്. അതിൽ പ്രായപരിധിയൊന്നുമില്ല. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെയും എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ സന്തോഷവും സമാധാനവും. എന്നാൽ ഇത് വില കൊടുത്ത് വാങ്ങിക്കാവുന്നൊരു കാര്യമല്ല. ആർക്കെങ്കിലും പ്രത്യേകിച്ച് നമുക്കത് സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മളുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകേണ്ട കാര്യങ്ങളാണല്ലോ. പ്രത്യേകിച്ച് സന്തോഷം എന്നത് നമ്മൾ തന്നെ സ്വയം കണ്ടെത്തേണ്ട കാര്യമാണ്. വീക്കെൻഡ് വരുമ്പോൾ നമുക്ക് ജോലികൾ മാത്രം ചെയ്തു തീർക്കുക എന്നുള്ള ഒരു പ്രവണതയിലേക്ക് മാറാതെ ആ ജോലികളെ എങ്ങനെ കുറയ്ക്കാമെന്നും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്താൽ നമ്മളുടെ ഒരു വീക്കെൻഡിൽ ഏറ്റവും സന്തോഷകരമാക്കുവാൻ സാധിക്കുമെന്നും നമ്മൾ സ്വയം തീരുമാനിക്കണം. കാരണം നമുക്കൊരു പ്ലാനിങ് ഇല്ലാതെ ഒരുപാട് എല്ലാം അന്ന് ചെയ്യാം ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ട് വീക്കെൻഡ് വരുമ്പോൾ, പ്രത്യേകിച്ച് സൺഡേ ആണ് എല്ലാവരും എല്ലാ ജോലി തിരക്കും തീർക്കാനായിട്ട് പ്രയോജനപ്പെടുത്തുന്നത്. എന്നാൽ നമ്മൾ ബൈബിളിൽ നോക്കുമ്പോൾ നമ്മുടെ ദൈവം ഭൂമിയെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചു. 6-ാമത്തെ ദിവസം മനുഷ്യനെയും സൃഷ്ടിച്ചിട്ട് 7-ാമത്തെ ദിവസം ദൈവം സ്വസ്ഥമായിട്ടിരുന്നുവെന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ അതൊരു റെസ്റ്റിംഗ് ഡേ ആയിട്ടാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പഴയ നിയമത്തിൽ നോക്കുമ്പോൾ നമ്മൾക്ക് കാണാം ശാബത്തിനെ ആചരിക്കുക. ദൈവം അതിന് ശബത്തെന്ന് പേരിട്ടു. 7-ാമത്തെ ദിവസം നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കണം. ദൈവത്തെ ധ്യാനിച്ചും ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിച്ചും അവനായി പ്രവർത്തിച്ചുമൊക്കെയും നമ്മുടെ ദിവസങ്ങൾ ശനിയാഴ്ച അല്ല, അന്നത്തെ കാലത്ത് ശനി എന്ന് പറയും ആയിരുന്നു ശാബത്തായിട്ട് ആചരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ ഞായറാഴ്ച ദിവസമാണ് 7-ാമത്തെ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. എന്തായാലും ദൈവത്തെ ഓർക്കേണ്ടതും ദൈവത്തിനായി പ്രവർത്തിക്കേണ്ടതും ദൈവത്തിനായി സമയം കണ്ടെത്തേണ്ടതുമായ ഒരു പ്രത്യേക ദിവസമായിട്ട് നമുക്കതിനെ മാറ്റിയെടുക്കാം. പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ഉത്സാഹമുള്ള ഒരു ദിവസമായിരിക്കണം സൺഡേ വന്നിട്ട് നമുക്ക് റിലാക്സ് ചെയ്ത് അതുപോലെ തന്നെ സന്തോഷമായിട്ടൊരു ദിവസം കഴിച്ച് മൺഡേ നമുക്ക് വീണ്ടും ജോലിയിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക്, കോളേജ്, എല്ലാ കാര്യത്തിലും നമ്മൾ ഒരു തുടക്കമാണ് പിന്നെ മൺഡേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ സമയത്തെ വേണ്ട തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കണം എന്നുള്ളതാണ്. അതിൽ പ്രായപരിധിയില്ല എന്ന് പറയാൻ കാരണം ഈ ജോലിയിൽ നിന്ന് റിട്ടയറായ ആൾക്കാർക്കും അതുപോലെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ജോലി ഇല്ലാതെ ഒക്കെ ഇരിക്കുന്ന ആൾക്കാർക്കും സമയത്തിന് നല്ല വിലയുള്ള കാര്യമാണ് കേട്ടോ. ആരും വിചാരിക്കല്ല സമയം വെറുതെ പോകുന്നതാണ്. ഒരു മനുഷ്യനും ദൈവം അധികമായിട്ട് 1 മിനിറ്റ് പോലും കൊടുത്തിട്ടില്ലെന്നുള്ളതാണ്. 24 മണിക്കൂർ എല്ലാവർക്കും, പാവപ്പെട്ടവനും പണക്കാരനും എത്ര വലിയ കോടീശ്വരനായാലും എത്ര വലിയ മില്യണറായാലും എല്ലാവർക്കും ഒരേ സമയം ദൈവം നല്ലവനായതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ തന്നെ വീതിച്ചു കൊടുത്തിരിക്കുന്നു. അത് നമ്മളെങ്ങനെ അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളതിനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം. ടൈം ഈസ് നത്തിങ് ബട്ട് മണി എന്ന് പറയും. അപ്പോൾ പ്രായമായവർ വിചാരിക്കും നമ്മൾ ഈ സമയം എന്ത് ചെയ്യാനാണ്. ഒരിക്കലും ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, നമുക്ക് പണമില്ലാതെ ഫ്രീ ടൈം ഉള്ളത് വേസ്റ്റാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പണം ഉണ്ടെങ്കിൽ ഫ്രീ ടൈമിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചിന്ത. എന്നാൽ പണം ഇല്ലാതെയും നമുക്ക് നമ്മളുടെ ഫ്രീ ടൈമിൽ സന്തോഷം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റണം എന്നാണ്. നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം വരുമ്പോൾ അത് എങ്ങനെ നമുക്ക് നമ്മൾക്ക് സന്തോഷം തരുന്ന നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളാകാം, അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടങ്ങളാകാം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാകാം, എന്തായാലും
പ്രത്യേകിച്ച് നമ്മളുടെ കുടുംബമായിട്ട് താമസിക്കുന്നവരാണെങ്കിൽ എൽഡേഴ്സായിട്ടുള്ളവർ അവർ കഴിവതും ഒരു പരാതി പറച്ചിലോ അല്ലെങ്കിൽ എനിക്ക് ഒന്നും വയ്യ എന്നുള്ളതോ അല്ലെ എനിക്കൊന്നും എന്നെക്കൊണ്ടൊന്നും ആകുന്നില്ലെന്നോ അല്ലെങ്കിൽ എന്നെ ആർക്കും വേണ്ടെന്നോ ഒക്കെയുള്ള ആ ചിന്താഗതികളെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഞാനിതാണ്, ഇത്ര നാൾ ഞാൻ ജീവിച്ചു, ഇത്ര നാൾ ഇങ്ങനെ ജീവിച്ചു എന്നുള്ളത് നമ്മൾ സ്വയം നമ്മളെ തന്നെ ഒന്ന് ബലപ്പെടുത്തി ഇത് നമുക്ക് പ്രയോജനപ്പെടും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഇന്നെന്താണെന്ന് മനസ്സിലാക്കും. തന്നെയല്ല നമ്മൾക്ക് ഇനി എത്ര ആയുസുണ്ടെന്നറിയില്ല, എങ്കിലും നമ്മൾ മുമ്പോട്ടുള്ള ദിവസം ഓരോ ദിവസങ്ങളും നമുക്ക് വിലയേറിയതാണ്. അത് നമ്മളിപ്പം മനസ്സിലാക്കണം. ചെറിയ പ്രായത്തിൽ നമുക്കത് മനസ്സിലാവില്ല. കാരണം ഞാൻ ഒത്തിരി ആയുസുണ്ടെന്ന് നമ്മൾ വിചാരിക്കും. പ്രായമായവർ ഓരോ ദിവസം കഴിയുന്നവർ നമ്മുടെ ആയുസ്സിൽ ഓരോ കാലണ്ടറിൽ ഓരോ നമ്പർ കുറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ എത്ര നാളുണ്ടാവും എന്താണെന്നറിയില്ല. ഉള്ള ദിവസങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും സന്തോഷകരമായി നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മൾ മനസ്സ് സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം വർദ്ധിക്കും, നമ്മുടെ പല രോഗങ്ങളും ഇല്ലാതാകും. പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ നമ്മളെ വിട്ട് പമ്പ് കിടക്കും എന്നുള്ളതാണ്. നമ്മൾ ആക്റ്റീവായിരുന്നാൽ തീർച്ചയായിട്ടും ഞാൻ പറയാൻ കാരണം അത് നമ്മുടെ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന മാത്രമല്ല നമ്മുടെ ബ്രെയിനെയും നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഉഷാറ് വരുന്നത്. അപ്പോൾ നല്ലവണ്ണം വെള്ളം കുടിക്കണം. അത് നമ്മൾ ഡീഹൈഡ്രേറ്റ് ആകാൻ പാടില്ല. ധാരാളം വെള്ളം കുടിക്കുക, ജ്യൂസ് കുടിക്കുക. നമുക്ക് ആവശ്യമായിരിക്കുന്ന ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം കഴിച്ച് ശരീരത്തെ കാത്തുകൊള്ളുക, മനസ്സിനെ സൂക്ഷിക്കുക. എല്ലാവിധമായ സന്തോഷം തരുന്നതായ മ്യൂസിക് കേൾക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വായനാശീലമുള്ളവർക്കാണ് വായിക്കാം. ശീലമില്ലാത്തവരാണെങ്കിലും ഓരോ കുറച്ചെങ്കിലും 2 ലൈനെങ്കിലും വായിച്ചാൽ അത് നമുക്ക് ഏറ്റവും നന്നായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മെസ്സേജസ് കേൾക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് ഇഷ്ടമാണോ അതൊക്കെ ചെയ്യാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ള ഒരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ നമ്മളുടെ വീക്കെൻഡെന്ന് മാത്രമല്ല നമ്മുടെ ഇഷ്ടമുള്ള ഓരോ ദിവസങ്ങളും സന്തോഷപ്രദമാക്കുവാനായിട്ട് ദൈവം എല്ലാവർക്കും സഹായിക്കട്ടെ. അത് നമ്മൾ സ്വയം തീരുമാനിക്കണം, സ്വയം നമ്മൾ സന്തോഷിക്കണം, എങ്കിലേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ടു ഓൾ.